എന്റെ സാറേ, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴേ ഇവന്റെ ഒരു 100 കുറ്റം ഇവള് പറഞ്ഞു തരും. ഞാൻ അതും കേട്ടോണ്ട് ഇവനെ എടുത്തിട്ട് അടിക്കാൻ നിൽക്കും. പിന്നെ എങ്ങനെയാ ശരിയാവുന്നത്? നിങ്ങൾ എന്തിനാണ് കുട്ടിയെ അടിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി അവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ? അതല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ? അതിന് സ്നേഹിക്കാൻ ഇയാൾക്ക് അറിയാമെന്നൊന്ന് സാർ ചോദിക്കാതെ. ഒന്ന് മര്യാദക്ക് മിണ്ടിയിട്ടും പറഞ്ഞിട്ടും എത്ര കാലായെന്നറിയോ? സ്നേഹത്തോട് നന്നായിട്ട് നോക്കിയിട്ട് എത്ര കാലായെന്നറിയോ? ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന അപ്പം ചാടി കളിക്കാൻ വരും. ഞാൻ എന്താ ചെയ്യണ്ട? പിന്നെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ? ആ ഫ്രസ്ട്രേഷനൊക്കെ ഞാൻ ഇവരെ മേത്ത് തീർക്കണത്. ഇവരുടെ ഒച്ചയും കളിയും കേട്ടാൽ മാത്രം മതി ഇയാൾക്ക് ദേഷ്യം വരാനായിട്ട്. ഞാൻ എന്തോരം പേടിച്ചിട്ടായി വീടിനുള്ളിൽ ജീവിക്കണമെന്നറിയോ സാറിന്? ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ഫ്രസ്ട്രേഷനാണ് ഞാൻ ഈ പിള്ളേരുടെ മേൽ തീർക്കണത്. ഇവനാണെങ്കിൽ ഭയങ്കര കുരുത്തക്കേടും. അത് ഇയാളോടൊന്ന് സ്നേഹിക്കാൻ പറ. നിങ്ങൾ രണ്ടുപേരും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവര് പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഇവര് നമ്മളെ പോലെ തന്നെയാ. എല്ലാ കാര്യങ്ങളും ചിന്തിച്ചും കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട്. അവര് സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടിയും മാത്രമേ അവരെ തിരുത്താൻ പറ്റത്തുള്ളൂ. അതിന് നമ്മുടെ നാട്ടിലാരാ പിള്ളേരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്? പെൺകുട്ടികൾക്ക് പിന്നെയും സ്നേഹം കിട്ടും. ആൺപിള്ളേരെ അവസ്ഥ അതല്ല. ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ എടാ വാടാ പോടാന്നല്ലാതെ അവരെ പേര് പോലും ആരും വിളിക്കാറില്ല. ഇങ്ങനെ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടുന്ന ഓരോ അവഗണനയാണ് ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ മാറ്റിക്കുന്നത്. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവനോട് ആർക്കും സ്നേഹമില്ല. അതെ അങ്കിള്, ഈ വീട്ടിൽ ആർക്കും എന്നോട് സ്നേഹമില്ല. ആര് പറഞ്ഞ്? എനിക്ക് നിന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ടല്ലോ. നീ എന്റെ സ്വന്തം അനിയനല്ലേ. സോറി ചേച്ചി, ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല. മോനോട് അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അച്ഛനും അമ്മയും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ ദേഷ്യം ഫ്രസ്ട്രേഷനൊക്കെ തീർത്തതാ. അതിന്റെ കൂടെ മോൻ ഓരോ കുരുത്തക്കേടൊക്കെ ചെയ്തപ്പോ അമ്മ കൺട്രോൾ ഇല്ലാണ്ട് ഓരോന്ന് ചെയ്തു പോയതാ. സോറി, എന്റെ ആകെ കൂടുതൽ ആന്തരല്ലടാ നീ. അമ്മയ്ക്ക് മോനോട് ഭയങ്കര സ്നേഹമാ കേട്ടോ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല അങ്ങനൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി അമ്മയും അച്ഛനും ഒന്നും ചെയ്യില്ല. നല്ല കുട്ടിയായിട്ടിരുന്നാ മാത്രം മതി.